ഹലോ, ഇന്ന് നമുക്കൊരു ഫ്ലൈറ്റ് യാത്രയായാലോ? ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് എന്നല്ലേ പറയാറ്. 16 വർഷങ്ങൾക്ക് മുന്നുള്ള എന്നെ ഓർമ്മപ്പെടുത്തിയ ഈ പുറകിൽ നിൽക്കുന്ന ചേച്ചിയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഫ്ലൈറ്റ് യാത്രയുടെ ഒരു നൊസ്റ്റാൾജിയെല്ലാം വീണ്ടും ഓർമ്മപ്പെടുത്തിയ ചേച്ചിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന എല്ലാവരെ പോലെ തന്നെ ഫസ്റ്റ് എൻ്റെ ഫ്ലൈറ്റ് യാത്രയിൽ ബോർഡിംഗ് പാസ്, ലഗേജ്, എമിഗ്രേഷൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഒരുപാട് ടെൻഷൻസും പ്രശ്നങ്ങളുടെ ഒരു ഭാണ്ഡക്കെട്ടുകളൊക്കെ ആയിട്ടാണ് ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര പോകുന്നത്. അത് പറഞ്ഞാൽ ഫ്ലൈറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഒന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ടെൻഷൻസിൻ്റെ നമ്മുടെ ബോർഡിംഗ് പാസ് എവിടെ നിന്നാണ് കിട്ടുന്നത്, ഏത് ഗേറ്റിൽ കൂടി പോകണം, എവിടെയാണ് അതിൻ്റെ നമ്പർ വരുന്നത്, ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ നമ്മൾ ഈ ഒരു 16 വർഷം ശേഷം ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. ഇന്നലെ ഈ ഒരു ചേച്ചിയെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു പഴയ കാലത്തിലോട്ട് കുറച്ച് നേരത്തേക്ക് പോകാൻ പറ്റി. കാര്യം എന്തെന്ന് പറയാം. ഞാൻ എയർപോർട്ടിൽ കയറിയപ്പോൾ തുടങ്ങി എന്നെ ഫോളോ ചെയ്യണമായിരുന്നു ഒരു ചേച്ചി. സാധാരണ ഒരു വീട്ടുവേലയ്ക്ക് പോകുന്ന ഒരു ചേച്ചിയെ കണ്ട അപ്പം ഞാൻ നമ്മൾ മലയാളീസ് ആണല്ലോ, എപ്പോഴും ഒരു സംശയദൃഷ്ടിയോടെയാണല്ലോ എല്ലാവരെയും സമീപിക്കുക. ഇവരെന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നത്? ഞാൻ അവരെ ഇഗ്നോർ ചെയ്തും അവോയ്ഡ് ചെയ്തും പല സ്ഥലങ്ങളിലോട്ട് പോയിരുന്നെങ്കിലും എൻ്റെ ആ ഒരു ഞാൻ ഇരിക്കുന്ന ഭാഗത്തെല്ലാം പുള്ളിക്കാരത്തി എപ്പോഴും എൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ വരാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച് നമ്മൾ വിട്ട് കളഞ്ഞു, ഞാൻ ഇഗ്നോർ ചെയ്ത് കളഞ്ഞുകൊണ്ട് എനിക്ക് ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് ഗിൽറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഫ്ലൈറ്റിൽ കയറേണ്ട ആ ഒരു ഗേറ്റിൻ്റെ അവിടെ ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ അവർ ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന പുള്ളിക്കാരത്തിൻ്റെ പുറകിൽ വന്ന് പറഞ്ഞു, എനിക്ക് ദുബായിലോട്ട് പോകണം, ഞാൻ അവിടെ ഒരു വീട്ടുവേലയ്ക്ക് പോകണേണ്, എനിക്ക് ഈ ടിക്കറ്റ് നോക്കിയിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല, ഞാൻ എവിടെ പോകണ്ട, എവിടെ നിൽക്കേണ്ടത്, എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല, ലാംഗ്വേജ് പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ആ ബോർഡിംഗ് പാസ് വാങ്ങിച്ചപ്പോൾ ഞാൻ എന്നെ തന്നെ ആലോചിച്ചു. 16 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ നിന്ന അതേ ഒരു സിറ്റുവേഷനിൽ ആ ചേച്ചി നിന്നപ്പോൾ അവർ അതിന് വേണ്ടിയിട്ടാണ് എന്നെ ഫോളോ ചെയ്ത് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോകുന്ന സെയിം ഫ്ലൈറ്റിൽ തന്നെയാണ് ചേച്ചി വരുന്നത്, ചേച്ചിയുടെ സീറ്റ് നമ്പർ ഇത്രയാണ്, എന്നെ സീറ്റിലൊന്ന് കൊണ്ട് ഇരുത്താവോ എന്ന് വളരെ ദയനീയമായിട്ട് അവരെന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് സങ്കടമായി. ഓക്കെ, അതിനെന്താ, നമുക്ക് അവിടെ കൊണ്ടിരുത്താം. അങ്ങനെ ചേച്ചിയായിട്ട് ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റിൽ കൊണ്ട് ആ ചേച്ചിനെ അവിടെ ഇരുത്തി. ചേച്ചി ഇടക്കിടക്ക് എന്നിങ്ങനെ എണീറ്റ് നോക്കുന്നുണ്ടായിരുന്നു, ആ കൊച്ചവിടെ തന്നെ ഇരിപ്പുണ്ടോ, പോകുന്നുണ്ടോ. ഇതേ അവസ്ഥയൊക്കെ തന്നെയായിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ ഫ്ലൈറ്റ് പോകുമ്പോൾ അന്ന് എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു അന്ന് ഫ്ലൈറ്റിൽ കയറിയിരുന്നത് വെച്ചത്. ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് നല്ല സ്പീഡിൽ മൂവ് ആയിട്ടുണ്ട്. ഞാൻ ഇന്നാണ് ഈ ഒരു ഇത് ശരിക്കും എൻജോയ് ചെയ്യുന്നതും ആസ്വദിക്കുന്നതും ആ ഒരു റൺവേ കാണുന്നതെല്ലാം ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴാണ് കാര്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത്. സാധാരണ ഫ്ലൈറ്റ് കയറിക്കുന്ന എമിറേറ്റ്സ് ആണെങ്കിലും മൂവി കാണുക, ബാക്കിയുള്ള ഫ്ലൈറ്റ് ആണെങ്കിൽ ഉറങ്ങുക, ഇതാണ് എൻ്റെ ശീലം. നല്ല സ്പീഡിലായിട്ടുണ്ട് നമ്മുടെ ഫ്ലൈറ്റ്, ഭയങ്കര ഭംഗിയായിട്ടുണ്ട്, ഭയങ്കര ഹാപ്പിനെസ് എനിക്ക് തോന്നി. കാരണം ഇത്രയും സ്പീഡിൽ പോണ ഒരിക്കലും വിൻഡോ സീറ്റ് വന്നാലും ഞാനത് കൂടുതൽ ശ്രദ്ധിക്കാൻ മെനക്കെട്ടില്ല. പിന്നെ ഈ സമയങ്ങളിൽ ദുആ ചെയ്യൽ എൻ്റെ പതിവാണ്. സൂറത്തും ഫാത്തിഹയും ദിക്റും സലാത്തും ഒക്കെ ചൊല്ലി ഞാൻ എപ്പോഴും അത് മറക്കാറില്ല. അപ്പ് ആൻഡ് ഡൗണിലും ഞാനത് മറക്കാറില്ല. അപ്പോൾ അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതിൻ്റെ ഇടയിലാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതും ഫ്ലൈറ്റ് പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിൻ്റെ കറക്റ്റ് വീഡിയോസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇത്രയും മനോഹരമായൊരു എന്താ പറയുക സംഭവങ്ങളുണ്ടെന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഫ്ലൈറ്റ് ഏകദേശം നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കൂടെ കുഞ്ഞു കുഞ്ഞു വണ്ടികൾ ഓടുന്നുണ്ട്, വലിയ വലിയ കെട്ടിടങ്ങളുണ്ട്, വീടുകളുണ്ട്, ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് ആസ്വദിച്ചു പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചേച്ചിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി പയ്യെ ഒന്ന് എണീറ്റ് നോക്കി. കണ്ണുകൾ രണ്ടും അടച്ച് എല്ലാവരെ പോലെയും ഫസ്റ്റ് ഒരു എന്താണ് ഫ്ലൈറ്റ് യാത്രയിൽ ചേച്ചി ഇങ്ങനെ പ്രാർത്ഥനയോടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവർ ആ ഒരു ദയനീയാവസ്ഥയും അവരുടെ ഇരിപ്പൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നി. കാരണം അത്രയും നേരം നമ്മൾ ഫോളോ ചെയ്തിട്ട് നമ്മൾ അവിടെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് മാനസികമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റ് പൊങ്ങി നമുക്ക് ഒരു കോഫി ഫുഡ് എല്ലാം വരുന്നുണ്ട്. പക്ഷെ അവരുടെ ടിക്കറ്റിലും ഫുഡ് അലൗഡ് ആയിരുന്നു. അവർക്ക് കോഫി വന്നപ്പോൾ അവരിങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ എന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ അവർ ചോദിക്കുമ്പോൾ യെസ് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഫുഡും അവരുടെ ടേബിളിലോട്ടും ആ ഒരു ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു ഫുഡ് ഓപ്പൺ ചെയ്തും അടുത്തിരിക്കുന്ന ആളുടെ നോക്കി ഓപ്പൺ ചെയ്ത് അത് കഴിക്കണതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര
ഒരു സന്തോഷം എന്നൊക്കെ പറയാം. കാരണം സാധാരണ ഫ്ലൈറ്റ് യാത്രയൊക്കെ പോകുമ്പോഴൊക്കെ ഉറക്കം മസ്റ്റാണ് ബിഗിലേ. സാധാരണ ഉറക്കത്തിൽ പെടുന്നതുകൊണ്ട് ഇങ്ങനത്തെ കാഴ്ചകളൊന്നും ഞാൻ കാണാറില്ല. ഈ താഴത്തോട്ട് നോക്കിയപ്പോൾ നമ്മുടെ നാടിൻ്റെ ഭംഗി ഇത്രയും മനോഹരമാണെന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒത്തിരി നാളായിട്ടത് മിസ് ചെയ്തു പോയി. ആ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം ഫ്ലൈറ്റ് അങ്ങോട്ട് മേളിലോട്ട് നന്നായിട്ട് പൊന്തി പോയതിനു ശേഷം മേഘങ്ങളെ കാണാൻ, ആ മേഘങ്ങളുടെ ഇടയിലൊക്കെ ഒരു പഞ്ഞിക്കെട്ട് പോലെ പോയിരുന്നാലോ എന്നൊക്കെ ആലോചിച്ചു. ബുക്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വായിക്കാൻ വേണ്ടി. പക്ഷേ ഫ്ലൈറ്റ് യാത്രയിൽ ഞാൻ ബുക്സ് വായിക്കുന്നത് വളരെ കുറവാണ്. കാരണം അതിനുള്ളൊരു എന്താ പറയുക ഇൻട്രസ്റ്റ് ഇല്ല. ബുക്ക് ഫ്ലൈറ്റിലിരുന്ന് വായിക്കാൻ. ട്രെയിന് ബസ്സസ് ഓക്കെ, ഫ്ലൈറ്റിൽ ഇതുവരെയും അതിന് ശ്രമിച്ചിട്ടില്ല. ഒരിക്കൽ ശ്രമിച്ചു, തല ഹെഡേക്ക് വന്നുകൊണ്ട് ഞാൻ പിന്നെ അത് വിട്ടു. ഫ്ലൈറ്റിൻ്റെ ഭംഗികളും ആ മേഘങ്ങളുടെ ഭംഗികളും ഒക്കെ അങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ എനിക്കും നേരെ ഒരു ചൂട് കോഫി വന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കോഫി കുടിച്ച് ആ പുറത്തെ വിൻഡോസിലൂടെയൊക്കെ നോക്കി ഈ പ്രാവശ്യമായിട്ട് ഉറങ്ങാതെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ഏകദേശം ഫ്ലൈറ്റ് ദുബായിൽ ലാൻഡ് ചെയ്യാനുള്ളൊരു സമയമായി. അപ്പം ലാൻഡിങ് എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ക്യാമറയൊക്കെ എടുത്ത് വന്നു. ചേച്ചി ആ സമയത്ത് ഉറക്കമായിരുന്നു, ചെറുതായിട്ടൊന്ന് മയങ്ങി. ചേച്ചിയോട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, ചേച്ചി അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് പോയിക്കോളണം, വേറൊരു ടീമിൻ്റെ കൂടെ. അങ്ങനെ അവരെ ആ വഴിക്ക് വിട്ടു. ചേച്ചി ഏതെങ്കിലും ഹാപ്പിയായി സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ലാൻഡിങ് ഒന്ന് നമുക്ക് നോക്കാം. കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കൊച്ചു കൊച്ചു ബിൽഡിങ്ങും ഭയങ്കര രസമുണ്ടായിരുന്നു യാത്ര. ശരിക്കും ഉറങ്ങാതെ എൻജോയ് ചെയ്ത ആദ്യത്തെ ഒരു ഫ്ലൈറ്റ് യാത്ര എന്ന് പറയാം. എമിറേറ്റ്സിലാണ് പോകുന്നുണ്ടെങ്കിൽ മൂവി വെച്ചുകൊണ്ടിരുന്നതിനാൽ പിന്നെ ലാൻഡിങ് ടൈമിലേ ഞാൻ അറിയാറുള്ളൂ. ബാക്കിയുള്ള സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. അപ്പോൾ ലാൻഡിങ് ടൈം ഏകദേശം വന്നു. എന്താ പറയുക, നമ്മുടെ ഫ്ലൈറ്റിൽ അതിനെക്കുറിച്ചുള്ള അനൗൺസ്മെൻ്റ് എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മരുഭൂമിയെല്ലാം കണ്ടു തുടങ്ങി. ഇത്രയ്ക്കും ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നൊക്കെ മിസ് ചെയ്തല്ലോ എന്ന് ആലോചിച്ചിട്ട് ഭയങ്കര തോന്നി. അപ്പോൾ എന്നിട്ട് തണുത്ത് മരവിച്ച് കിടക്കുന്ന മരുഭൂമിയിലെ ആ മണലാരങ്ങൾ കണ്ട് ഞാനിങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഫ്ലൈറ്റ് ഇത്രയും സ്പീഡിൽ ലാൻഡ് ചെയ്യുമോ, എങ്ങനെയായിരിക്കും. പെട്ടെന്ന് നമ്മൾ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓൺ ചെയ്യുമ്പോഴും ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. കാരണം ഞാൻ അപ്പം തന്നെ ശക്തിയായിട്ടിരുന്ന് പ്രാർത്ഥിക്കും കേട്ടോ. ഫസ്റ്റ് യാത്രയിൽ അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ സംഭവിക്കാൻ പോകണമെന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പം പിന്നീടുള്ള യാത്രയിലൊക്കെ ഞാൻ എപ്പോഴും പ്രാർത്ഥന മുടക്കാറില്ല. കാരണം ആ സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയോടെ തന്നെ പോകാമല്ലോ എന്ന് കരുതിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമേ ആയിരിക്കും അങ്ങനെ വരുത്താതിരിക്കട്ടെ. അപ്പോൾ ഏകദേശം നമ്മൾ ലാൻഡിങ്ങിലോട്ട് പോവുകയാണ്. എനിക്ക് വളരെ ഇഷ്ടമായതൊരു യാത്രയായിരുന്നു ഇത്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോസും എൻ്റെ ഈ സംസാരവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ തരിക. കുഴപ്പമൊന്നുമില്ല, വാരിക്കോരി തന്നിട്ടും വലിയ പ്രയോജനങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും ഇഷ്ടമാണെങ്കിൽ ഇതേപോലെ വീഡിയോസ് ഇടാനുള്ള പ്രചോദനമാകുമല്ലോ നമുക്ക്. ഇനി ഇതേപോലെ നല്ല നല്ല കാര്യങ്ങൾ കാണുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കിങ്ങനെ നൊസ്റ്റാൾജിയ വരുമ്പോഴൊക്കെ നമുക്ക് ഇടാമല്ലോ. ആ ഒരു ഈ റോഡൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട്. വീട്ടിലോട്ട് പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു ആ കാണുന്നത്. അപ്പോൾ ദുബായിൽ ഏകദേശം നമ്മൾ ലാൻഡ് ചെയ്തു. ഫ്ലൈറ്റ് താന്ന് വരുന്നുണ്ട്. ഏകദേശം മണ്ണിനോട് ചേർന്ന് റൺവേയിലോട്ട് കയറി നമ്മളങ്ങനെ ലാൻഡ് ചെയ്തു. ബൂം എന്നൊരു സൗണ്ട് കണ്ടാ, അങ്ങനെ ലാൻഡ് ചെയ്തു. അപ്പോൾ വളരെ സന്തോഷമായിട്ടുള്ളൊരു വീഡിയോ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനാണ്. അങ്ങനെ ചേച്ചി പുറത്തിട്ടിറങ്ങി, ചേച്ചിയെടുത്ത് യാത്ര പറഞ്ഞു. ചേച്ചി വളരെ സന്തോഷവനായിട്ട് ചേച്ചി പോയി. ഇനി ചേച്ചി എവിടെയെങ്കിലും വെച്ച് കാണുമോ എന്ന് എനിക്കറിയില്ല. കണ്ടിരുന്നാലും ഞാൻ ആ മുഖം ഒരിക്കലും മറക്കില്ല. അങ്ങനെ പുറത്തിറങ്ങി നല്ല വിശപ്പ് തോന്നി. ഒരു ബർഗർ വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി. ബൈ ബൈ.